ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരത്തെക്കുറിച്ച് ഒരു 2 വാക്ക്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുരാണ കഥയാണ്. പുരാണത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഏട്. അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിച്ച കണക്ക് പുരാണ കഥയാണ്. അപ്പോൾ രാമായണത്തിൽ നിന്നുള്ളൊരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ പറയാൻ പോകുന്ന കഥ. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട കഥയിലോട്ട് കടന്നാലോ. സീതാദേവിയെ അന്വേഷിച്ചിറങ്ങിയ വാനരപ്പട തെക്കേ സമുദ്രത്തിന്റെ തീരത്തുള്ള മഹേന്ദ്ര പർവ്വതത്തിനടുത്തെത്തി. വീണ്ടും തെക്കോട്ട് പോകാനൊക്കില്ല, കാരണം വൻ കടലാണ്. അത് കടക്കാൻ ഈ വാനരപ്പടയ്ക്ക് കഴിയുമോ? സീതാദേവി എവിടെയുണ്ടെന്നറിയാതെ മടങ്ങിച്ചെല്ലാനും നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ സുഗ്രീവൻ കൊന്നുകളയും. അതിലും ഭേദം മഹേന്ദ്ര പർവ്വതത്തിന്റെ ചുവട്ടിൽ കിടന്ന് മരിക്കുക തന്നെ. നിരാശരായ വാനരന്മാർ അവിടെ നിരന്ന് കിടപ്പായി. മഹേന്ദ്ര പർവ്വതത്തിലെ ഒരു ഗുഹയിൽ 2 ചിറകുകളും നഷ്ടപ്പെട്ട വലിയൊരു വയസ്സൻ പക്ഷി താമസിച്ചിരുന്നു. അതിൻ്റെ പേരാണ് സബാതി. തൻ്റെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്ന സബാതി പർവ്വതത്തിൻ്റെ ചുവട്ടിൽ മരണവും കാത്ത് നിരന്നു കിടക്കുന്ന വാനരപ്പടയെ കണ്ടു. സബാതിയുടെ കണ്ണുകൾ വികസിച്ചു. എണ്ണിയാലൊടുങ്ങാത്തത്ര വാനരന്മാർ. ഭാഗ്യം തന്നെ, ഓരോന്നും ചാവട്ടെ, കൊത്തി വിഴുങ്ങാമല്ലോ. സബാതി സന്തോഷിച്ചു. എന്തോ ശബ്ദം കേട്ട് കണ്ണ് തുറന്നു നോക്കിയ വാനരന്മാർ ഞെട്ടിപ്പോയി. ഒരു കഴുകനുണ്ട് തങ്ങളെ കൊത്തി തിന്നാൻ തക്കം പാർത്തിരിക്കുന്നു. കഷ്ടം, ഒരു കഴുകന്റെ വായിൽപ്പെട്ട് മരിക്കാനാണോ വിധി? ആ ജടായു എത്ര ഭാഗ്യവാനാണ്. ശ്രീരാമന് വേണ്ടി യുദ്ധം ചെയ്താണല്ലോ അവൻ മരിച്ചത്. എന്നാൽ നമ്മുടെ സ്ഥിതിയോ? സീതാദേവിയെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കഴുകൻ ഇരയാവാൻ പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ശ്രീരാമചന്ദ്രന്റെയും ജഡായുവിൻ്റെയും പേര് ചൊല്ലിയുള്ള വാനരന്മാരുടെ വിലാപം കേൾക്കാനിടയായ സബാതി വാനരന്മാരുടെ അടുക്കൽ ചെന്ന് ജിജ്ഞാസയോടെ ചോദിച്ചു, എന്തു പറ്റി ജഡായുവിന്? അംഗദൻ എന്നു പേരുള്ള ഒരു വാനരനാണ് അതിന് മറുപടി നൽകിയത്. അംഗദൻ പറഞ്ഞു, രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ വഴിക്ക് വെച്ചു ജഡായു രാവണനെ തടഞ്ഞു. തൻ്റെ മാർഗം മുടക്കിയ ജഡായുവിനെ രാവണൻ അരിഞ്ഞു വീഴ്ത്തി. വെട്ടേറ്റ് വീണ ജഡായു ശ്രീരാമനോട് വിവരങ്ങളെല്ലാം പറഞ്ഞ ശേഷമാണ് മരിച്ചത്. ശ്രീരാമൻ ജഡായുവിൻ്റെ ശരീരം സംസ്കരിക്കുകയുമുണ്ടായി. നിമിഷനേരം മൗനമായിരുന്ന സബാതി ദുഃഖത്തോടെ വാനരന്മാരോട് പറഞ്ഞു, ജഡായുവിൻ്റെ ജ്യേഷ്ഠനായ സബാതിയാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളേറെയായി. അവൻ മരിച്ച വിവരം ഇപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യുമോ? ശ്വാസം നേരെ വീണ വാനരന്മാർ സബാദിയോട് ഒരേ സ്വരത്തിൽ ചോദിച്ചു, എന്തു വേണമെന്ന് പറഞ്ഞോളൂ. എനിക്ക് ചിറകുകളില്ല. എൻ്റെ അനുജനായ ജഡായുവിന് വേണ്ടി എനിക്ക് ഉദകക്രിയകൾ ചെയ്യണം. അതിനായി ദയവായി നിങ്ങൾ എന്നെ സമുദ്രതീരത്ത് എത്തിക്കണം. വാനരന്മാർ സന്തോഷപൂർവ്വം സബാദിയെ സമുദ്രതീരത്ത് എത്തിച്ചു. അനുജന് വേണ്ടി അന്ത്യകർമ്മം ചെയ്തു കഴിഞ്ഞപ്പോൾ സബാദിക്ക് തൃപ്തി തോന്നി. പിന്നീട് ഇങ്ങനെ പറഞ്ഞു, പണ്ട് നടന്ന സംഭവമാണ്. ഞാനും ജഡായുവും തമ്മിൽ ഒരു മത്സരമുണ്ടായി. ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയുക? ഇരുവരും തർക്കമായി. ഒടുവിൽ മത്സരവും. 2 പേരും മത്സരിച്ച് ഉയർന്നുയർന്ന് സൂര്യബിംബത്തോട് അടുക്കാറായി. ചൂട് അസഹ്യമായി തീർന്നു. പെട്ടെന്ന് ജഡായുവിൻ്റെ ചിറകിന് തീ പിടിച്ചുവെന്ന് തോന്നി. സങ്കടം സഹിക്കവയ്യാതെ ഞാൻ പിന്നെ മത്സരത്തെപ്പറ്റി ഓർത്തില്ല. ഞാൻ അവൻ്റെ മുകളിൽ പറന്നുയർന്ന് എൻ്റെ ചിറകുകൾ വിടർത്തി അവനെ എൻ്റെ ചിറകുകൾക്ക് കീഴിലാക്കി. അങ്ങനെ അവൻ്റെ ചിറകുകൾക്ക് തീ പിടിക്കാതെ തടഞ്ഞു. പക്ഷേ എൻ്റെ ചിറകുകൾ കരിഞ്ഞു. ജഡായു രക്ഷപ്പെട്ടെങ്കിലും പറക്കാനാവാതെ ഞാൻ നിലംപതിച്ചു. ഞാൻ ചെന്ന് വീണത് വിന്ധ്യ പർവ്വതത്തിലാണ്. ബോധമറ്റ് നിലംപതിച്ച ഞാൻ ഉണർന്ന് എങ്ങോട്ടെന്നില്ലാതെ നടന്ന് നിശാകര മഹർഷിയുടെ ആശ്രമത്തിലെത്തി. എൻ്റെ ദയനീയ കഥ കേട്ട അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. ശ്രീരാമൻ്റെ പത്നിയായ സീതാദേവിയെ അന്വേഷിച്ചിറങ്ങിയ വാനരന്മാരെ ഒരു ദിവസം ഞാൻ കാണുമെന്നും സീതാദേവി
എവിടെയുണ്ടെന്ന് അന്ന് ഞാൻ അവരെ അറിയിക്കുമ്പോൾ എൻ്റെ കത്തിക്കരിഞ്ഞു പോയ ചിറകുകൾ വീണ്ടും മുളച്ചു വരുമെന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. അവിടെ നിന്നും ഞാനൊരു വിധത്തിൽ ഇവിടെ എത്തിച്ചേർന്നു. ഒടുവിൽ ഇപ്പോൾ നിങ്ങളെ കാണാനും ഭാഗ്യമുണ്ടായി. സബാദിയുടെ കഥ കേട്ട് വാനരന്മാർക്ക് ദുഃഖം തോന്നി. അതേസമയം സീതാദേവി എവിടെയുണ്ടെന്ന കാര്യം സബാദിയിൽ നിന്നറിയാമല്ലോ എന്ന് ഓർത്തപ്പോൾ സന്തോഷവും. അംഗദന് സീതാദേവിയുടെ കാര്യമറിയാൻ തിടുക്കമായി. ആ വാനരൻ ചോദിച്ചു, എന്നിട്ട് സീതാദേവി എവിടെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞില്ലല്ലോ? ആകാംക്ഷയോടെയുള്ള അംഗദന്റെ ചോദ്യത്തിനുത്തരമായി സബാദി പറഞ്ഞു, ഈ സമുദ്രത്തിൽ ത്രികൂടം എന്നൊരു പർവ്വതമുണ്ട്. അതിൻ്റെ മുകളിലാണ് ലങ്കാപുരി. അവിടെയുള്ള അശോകവനത്തിൽ സീതാദേവി ഇരിപ്പുണ്ട്. കടൽ കടന്നാൽ അവിടെ എത്തി സീതാദേവിയെ കാണാം. നിങ്ങൾക്ക് അതിനിടവരട്ടെ. വാനരന്മാർ സന്തോഷം കൊണ്ട് മതിമറന്നു. സബാദിയെ തന്നെ നോക്കി നിൽക്കെ അവർ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. സബാദിക്ക് ചിറകുകൾ മുളച്ചിരുന്നു. വാനരന്മാർ അത്ഭുതപ്പെട്ടു. മഹർഷിയുടെ വാക്കുകൾ അനർത്ഥമായി. ചിറകുകൾക്ക് ശക്തി കിട്ടിയ സബാദി വാനരന്മാരോട് യാത്ര ചോദിച്ച് അവിടെ നിന്നും പറന്നുപോയി. ഇത്രയുമാണ് കഥ. ഞാൻ പറഞ്ഞു, രാമായണത്തിൽ നിന്നുള്ള ചെറിയൊരു ഏടാണ്. ചെറിയൊരു ഏട്. അപ്പോൾ കഥ ശ്രോതാക്കൾ കേട്ടു. കഥകളുടെ ഒരു സാഗരം തന്നെയാണല്ലേ പുരാണങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരു കഥയിൽ നിന്ന് വേറൊരു കഥയിലോട്ട് ഒരു കഥാപാത്രത്തിൻ്റെ ഭൂതവും വർത്തമാനവും ഒക്കെ പറയുന്ന കഥകൾ അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ, ഒട്ടേറെ ഉപകഥകൾ നിറഞ്ഞതാണ് ഈ പുരാണങ്ങളെന്ന് പറഞ്ഞാൽ. അതാണ് ഈ പുരാണങ്ങൾ വായിക്കാനൊക്കെ ഒരു രസമെന്നൊക്കെ പറയുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കഥകളാണ്. ഇതിനകത്ത് നമ്മൾ കണ്ടത് കണക്കില്ലേ, സബാദിയുടെ പിന്നിലുള്ളൊരു കഥ അല്ലേ, വാനരന്മാർ അവിടെ വന്നതിൻ്റെ പിന്നിലുള്ളൊരു കഥ, അങ്ങനെ ഉപകഥകളും അതിൻ്റെ ഉപകഥകളും അല്ലേ, ഒട്ടേറെ കഥകൾ പരസ്പരം കണക്റ്റഡാണ്, ഇങ്ങനെ അല്ലേ, ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവസാനം അത് ക്ലൈമാക്സിൽ ഇവരെല്ലാം എത്തപ്പെടുകയാണ് അല്ലേ, ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ കൂട്ടി ഇണക്കപ്പെടുകയാണ്. എന്താ പറയുക, ഒരു മാലയിലെ കണ്ണികൾ പോലെയോ അല്ലെങ്കിൽ ചങ്ങലയിലെ കണ്ണികൾ പോലെയോ ഒക്കെ ഇങ്ങനെ കഥകളെല്ലാം ഇങ്ങനെ കൂട്ടി ഇണക്കപ്പെടുകയാണ് ഒരു കഥാബിന്ദുവിലേക്ക്. അതാണ് നമ്മളെല്ലാം ഈ പുരാണ കഥകൾ, ഇതിഹാസ കഥകളൊക്കെ വായിക്കുമ്പോഴുള്ള രസം എന്ന് പറയുന്നത് അല്ലേ. ഗ്രീക്ക് പുരാണം വായിക്കുമ്പോഴുള്ള രസവും നമ്മുടെ ഭാരതത്തിലുള്ള അല്ലെ പുരാണ കഥകളാണ് ഈ പറഞ്ഞൊക്കെ മഹാഭാരതവും രാമായണവും ഒക്കെ. അങ്ങനെ ഇപ്പോൾ ജാതക കഥകളായാലും എല്ലാം ഇങ്ങനെയൊക്കെ ഓരോന്നും ഒക്കെ ഒരു അന്തർലീനമായിട്ട് ഇങ്ങനെ പല പല കഥകളൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കപ്പെടുന്നുണ്ട്. ഇത് അതിൻ്റെ ഭംഗി കൂട്ടുകയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, മഹേന്ദ്ര പർവ്വതത്തിലെ ഒരു ഗുഹയിൽ ചിറകുകളും നഷ്ടപ്പെട്ട വലിയൊരു വയസ്സൻ പക്ഷി താമസിച്ചിരുന്നു. അതിൻ്റെ പേരാണ് സബാദി. അപ്പോൾ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്ന സബാദി പർവ്വതത്തിൻ്റെ ചുവട്ടിൽ മരണവും കാത്ത് നിരന്നു കിടക്കുന്ന. അപ്പോൾ സബാദിക്ക് ചിറകുകളും ഇല്ല. അതാണ് അവസ്ഥ. ഇനി ശാപമോക്ഷം ഉണ്ടാവണം. അപ്പോൾ ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം വാനരന്മാരെ ഒരു ദിവസം കാണുമെന്നും സീതാദേവി എവിടെ ഉണ്ടെന്ന് അന്ന് അവരെ അറിയിക്കുമ്പോഴാണ് ഈ കത്തിക്കരിഞ്ഞു പോയ ചിറകുകൾ മുളച്ചു വരുമെന്നും ആണ് അനുഗ്രഹം. അതിനുവേണ്ടി കാത്തു കിടക്കുകയാണ് സബാദി. ഈ കഥ ഇങ്ങനെ വായിച്ചപ്പോൾ മനസ്സിൽ കടന്നു വന്നത് ഷാർക്കുകളെക്കുറിച്ചാണ്. ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവുകൾ. നമ്മുടെ കടലിൽ അല്ലേ ക്രമാതീതമായി അവർ വേട്ടയാടപ്പെടുന്നുണ്ട്. നമ്മുടെ സമുദ്രങ്ങളിലും കടലുകളിലുമൊക്കെ ഉള്ള സ്രാവുകൾ വേറൊന്നുമല്ല, അവരുടെ ചിറകുകൾ എടുക്കാൻ വേണ്ടി അവരെ കൊന്നുകൂട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മരണനിരക്ക് ഭയങ്കര കൂടുതലാണ്. പഠനങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതിനെതിരെ ഒത്തിരി നിയമങ്ങളൊക്കെ ഉണ്ട്, പ്രക്ഷോഭങ്ങളുമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നിയമങ്ങൾ വന്നു. ഇതിനെ ഈ വേട്ടയാടൽ ഒരു പരിധിയിൽ കുറയ്ക്കാനായിട്ടൊക്കെ പുതിയ നിയമങ്ങൾ, റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തി ഇത് ഒന്ന് തിരികെ കൊണ്ടുവരാൻ, ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ക്രമാതീതമായിട്ടുള്ള ഈ വേട്ടയാടൽ അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അതൊക്കെ എന്താ പറയുക, കുറയ്ക്കാൻ, നിർത്തലാക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു പരിധിവരെയെങ്കിലും ഒന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അവരുടെ സംഖ്യ അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷൻ എണ്ണത്തിൽ, സ്രാവുകളുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തും. അല്ലെങ്കിൽ അവരുടെ പല സ്രാവുകളുടെ പല ഇനങ്ങളും എന്നേക്കുമായി ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും.
അപ്പോൾ ഈ സ്രാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മുറവിളി അനേക സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കി ഇത് സംരക്ഷിക്കാനും ഇത് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും ഒക്കെ പല സർക്കാരുകളും ശ്രമിക്കുന്നത്. സ്രാവുകൾ, പല ഇനത്തിൽപ്പെട്ട സ്രാവുകളും എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയാണ്, നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലോട്ടും പല ഇനങ്ങളും പോകുന്നുണ്ട്. ഇപ്പോൾ ഷാർക്കുകൾക്ക് ഇഷ്ടംപോലെ ഇനങ്ങളുണ്ട്. ഗൾഫ സ്രാവ്, അല്ലെങ്കിൽ നീലസ്രാവ്, കപിലവർണ്ണ നഴ്സ് സ്രാവ്, ഫ്രിൽഡ് ഷാർക്ക്, ഫ്രിൽഡ് സ്രാവ്, സീബ്ര സ്രാവ്, പുള്ളിവാലൻ സ്രാവ്, അങ്ങനെ ഇഷ്ടംപോലെ. അപ്പോൾ അതാണ് ഈ സ്രാവുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഗവേഷകർ പറയുന്നത് ഈ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷവും, പല നിയന്ത്രണ വിധേയമാക്കാൻ ഈ വേട്ട നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ വന്നതിന് ശേഷവും കഴിഞ്ഞ 17 വർഷമായിട്ട് ഇവരുടെ വേട്ടയാടൽ വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 80 മില്യൺ ഷാർക്കുകളാണ് ഒരു വർഷം ഇതിനൊക്കെ വേട്ടയാടപ്പെടുന്നത്. ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയതിന് ശേഷവും അതിൽ 25 മില്യൺ വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെട്ടവയായിരുന്നു. അതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. വംശനാശ ഭീഷണി നേരിടുന്ന 25 മില്യൺ ഷാർക്കുകൾ വേട്ടയാടപ്പെട്ടു. അതും ആ വസ്തുതയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഭീകരമായ അവസ്ഥ തന്നെയാണ്. ഞാൻ ഈ ചിറകുകൾ നഷ്ടപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷാർക്കുകളെല്ലാം ഈ ചിറകുകൾക്ക് വേണ്ടിയാണ് വേട്ടയാടപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കഥയിൽ പറയുന്ന ഒരു കാര്യമാണ് യുദ്ധം, അല്ലേ? യുദ്ധത്തിന് വേണ്ടിയാണ്, അല്ലേ? ഇവിടെ ഒരു യുദ്ധം ഇങ്ങനെ ആസന്നമായി വരികയാണ്, അല്ലേ? രാവണനുമായിട്ടുള്ളൊരു യുദ്ധം അതിങ്ങനെ ആസന്നമായിട്ട് വരികയാണ്. അപ്പോൾ ഏതാനും ദിവസം മുമ്പ് ഒരു റഷ്യൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടതാണ്, ലോകം 3-ാം ലോക യുദ്ധത്തിന് ഒരു ചുവട് മാത്രം അകലെയാണെന്നാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ അഭിപ്രായം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഒരു ചുവട് മാത്രം അകലെയാണ്, അല്ലേ? അത് വലിയൊരു ഭീകരമായ അവസ്ഥയാണ്, ഞെട്ടിക്കുന്ന ഒരവസ്ഥയാണ്. അടുത്ത ലോകയുദ്ധം ഉണ്ടായാൽ ചിലപ്പോൾ മനുഷ്യരാശി തന്നെ ഉണ്ടാവില്ലെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഭൂമുഖം തന്നെ ചിലപ്പോൾ ഇല്ലാതാവും, അത്രയ്ക്ക് കഠിനമായിരിക്കും, ന്യൂക്ലിയർ യുദ്ധമായിരിക്കും. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം, അവിടെ റഷ്യയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കവേ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ബന്ധം നാറ്റോ സൈനിക സഖ്യവും, അതായത് US നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഇനിയും രൂക്ഷമായാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും, അല്ലേ, മനുഷ്യർ തീർച്ചയായിട്ടും ഭയപ്പാടോടുകൂടി വളരെ ഉത്കണ്ഠയും ജാഗ്രതയോടും കൂടി നോക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെയൊക്കെ യുദ്ധങ്ങളുടെയൊക്കെ പലപ്പോഴുമുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ യുദ്ധം ആഗ്രഹിക്കാറില്ല. പലപ്പോഴും ലോക നേതാക്കൾ, അല്ലേ, കുറച്ച് ഏതാനും ആൾക്കാരെടുക്കുന്ന ചില തീരുമാനങ്ങളാണ് യുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുന്നത്, അല്ലേ? തീരുമാനങ്ങൾ ചില നേതാക്കന്മാരുടെ ആയിരിക്കും. ജനങ്ങൾക്ക് അന്വേഷിച്ചാൽ ചിലപ്പോൾ അവർക്ക് പലർക്കും ഒന്നും ഇതിനോട് താല്പര്യം കാണില്ല. ഇപ്പോൾ നടക്കുന്ന പല യുദ്ധങ്ങളിലും യഥാർത്ഥത്തിൽ ജനങ്ങൾ നിരപരാധികളായിരിക്കും. എന്തായാലും ഈ 2 കാര്യങ്ങളാണ് ഈ കഥയുമായിട്ട് അനുബന്ധിച്ച് ഇന്നെനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.